വെൽക്കം ബാക്ക് ടു ഇൻഫോലൈറ്റ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ക്ലാസിക്കൽ ലാംഗ്വേജിനെ നമുക്ക് ഏൻഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയാം. ഇത് തുടങ്ങുന്നത് തന്നെ 2004 മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ കീഴിൽ ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്തിട്ടാണ് ഓരോ ലാംഗ്വേജിനും നമ്മൾ ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഈ ക്ലാസിക്കൽ സ്റ്റാറ്റസ് ആകുവാൻ വേണ്ടിയിട്ട് ലാംഗ്വേജസിന് 4 ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. ഒന്ന് വന്നിട്ട് ആ ട്രഡീഷനിലുള്ള ബുക്ക് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിലുള്ള ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് 1500 തൊട്ട് 2000 വർഷത്തോളം പഴക്കമുണ്ടായിരിക്കണം. ആൻഡ് ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിരിക്കണം, അല്ലാണ്ട് കടമെടുത്തത് ആവാൻ പാടില്ല. ദെൻ ഏൻഷ്യൻ ലിറ്ററേച്ചർ ആയിരിക്കണം. ദെൻ കറണ്ട് ഫോമിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതാണ് 4 ക്രൈറ്റീരിയ. ഒന്നും കൂടെ പറയാം. ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിരിക്കണം, കടമെടുത്തത് ആവരുത്. ദെൻ 1500 തൊട്ട് 2000 വർഷത്തോളം പഴക്കം ഉണ്ടാവണം. ഏൻഷ്യൻ ലിറ്ററേച്ചർ ആയിരിക്കണം. ആൻഡ് കറണ്ട് ഫോമിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടായിരിക്കണം ഇത് ഉണ്ടാവേണ്ടത്. 4 ക്രൈറ്റീരിയ ഫോളോ ചെയ്തു എന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജ് ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാം. കറൻ്റ്ലി 11 ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഈ തമിഴ്, സാൻസ്ക്രിറ്റ്, ഒഡിയ, തെലുങ്ക്, കന്നഡ, മലയാളം ഇതെല്ലാം 2024 മുന്നേ ഫോം ചെയ്ത ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ്. ആദ്യം ഫോം ചെയ്ത ക്ലാസിക്കൽ ലാംഗ്വേജ് ഇറ്റ് ഈസ് തമിഴ് ആണ്. ഓക്കെ. ദെൻ 2024 നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്ട്രി 5 ലാംഗ്വേജസിനും കൂടെ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതാണ് മറാത്ത, പാലി, പ്രാകൃത്, അസാമീസ് ആൻഡ് ബംഗാളി. നമുക്കിത് കുറച്ചുകൂടെ കോഡ് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ ചായ കുടിച്ചിട്ട് സ്മോക്ക് ചെയ്തിട്ട് ദെൻ ആൾ പാമ്പായി വീട്ടിൽ പോയി. അതാണ് ഇവിടെ കോഡ് കൊടുത്തിരിക്കുന്നത്. ആദ്യം 2024 മുന്നേ വന്നിട്ടുള്ള ലാംഗ്വേജസിനെ T² സ്മോക്ക്, സ്ക്വയർ എന്നുള്ളത് ഓർത്ത് വെക്കണം, T² സ്മോക്ക്. ദെൻ 2024 വന്നിട്ടുള്ള ലാംഗ്വേജസിനെ നമുക്ക് P² AMP, ദാറ്റ് ഈസ് P² സ്ക്വയർ ഓർത്ത് വെക്കണം, പാമ്പ്. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. T² സ്മോക്ക്, ദെൻ P² അതായത് പാമ്പ്. ഓക്കെ. ഇത്രയാണ് 11 ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണുള്ളത്. ഒന്നും കൂടെ പറയാം. തമിഴ്, സാൻസ്ക്രിറ്റ്, ഒഡിയ, തെലുങ്ക്, കന്നഡ, മലയാളം, ദെൻ മറാത്ത, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. ദെൻ ഈ ഒരു ലാംഗ്വേജിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടി അല്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് വന്നിട്ട് ആ ലാംഗ്വേജസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് കിട്ടും. രണ്ടാമത്തെ വന്നിട്ട് അവർക്ക് ആക്സസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മൂന്നാമത്തെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എൻഹാൻസ് ചെയ്യും. ദെൻ നമുക്ക് ആ ഒരു ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജ് ആകുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ്, ദെൻ പ്രൊമോട്ട് സിസ്റ്റമാറ്റിക് എഫേർട്സ് ഫോർ ഡോക്യുമെൻറ്റിംഗ് ആൻഡ് കൺസേർവിംഗ് ഇൻഷുറിംഗ് ദെയർ ആക്സസിബിലിറ്റി, ദെൻ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഗോട്ട് എൻഹാൻസ്ഡ് ആൻഡ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിക്കൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയാനുള്ളത്. 2004 സെറ്റപ്പ് ചെയ്തത്. ദെൻ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ കീഴിൽ ഫോം ചെയ്തതാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ്. 4 ക്രൈറ്റീരിയ: 1500 തൊട്ട് 2500 വരെയുള്ള ഹിസ്റ്ററി റെക്കോർഡ് ഉണ്ടാവണം, ഒറിജിനൽ ആയിരിക്കണം, കടമെടുത്തത് ആവരുത്, ഏൻഷ്യൻ ലിറ്ററേച്ചർ ആയിരിക്കണം, ഇപ്പോഴത്തെ ഫോമിനെക്കാട്ടിലും കറണ്ട് ഫോമിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കണം ഉണ്ടാവേണ്ടത്. 11 ക്ലാസിക്കൽ ലാംഗ്വേജ്, T² സ്മോക്ക്, ദെൻ പാമ്പ്, ദെൻ ബെനിഫിറ്റ്സ്. ഇത്രയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.